ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 3 ചേരുവകൾ കൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 100 ഗ്രാം സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ നല്ല തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റഡ് സേമിയാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾ റോസ്റ്റഡ് സേമിയ അല്ല യൂസ് ചെയ്യുന്നതെങ്കിലും ഇതേപോലെ തന്നെ ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്ത് ഈ ഒരു പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിന് വേറെ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം തന്നെ മതിയാവുന്നതാണിതിന്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് എല്ലാ ഭാഗത്തേക്കും സേമിയയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ സേമിയയും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് സേമിയക്ക് 1/2 കപ്പ് പാൽ എന്ന അളവിൽ വേണം പാലെടുക്കാനായിട്ട്. പക്ഷെ അത് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. പാൽ കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പാലേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള 1/4 കപ്പും കൂടെ, അങ്ങനെ ടോട്ടൽ 1/2 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് സേമിയയ്ക്ക് 1/2 കപ്പ് പാൽ എന്ന അളവിൽ വേണം പാലെടുക്കാനായിട്ട്. ഇതിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും സേമിയയും മാത്രമായിട്ടാണെങ്കിലും ഇതേപോലെ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ അപ്പോൾ സേമിയ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഒരുപാട് ക്രിസ്പി ആയിട്ട് ഉള്ള റെസിപ്പി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പാൽ ഒന്ന് വറ്റി കിട്ടുന്നത് വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചൂടോടുകൂടി തന്നെ ഈ സേമിയയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആ ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പിൽ കിട്ടുന്ന വിധത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് സാധാരണ എന്തെങ്കിലും പുഡിംഗ് സെറ്റോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്താലും മതി. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പിൽ കിട്ടുന്ന വിധത്തിൽ ആക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചൂടോടുകൂടി ചെയ്താലേ ഇങ്ങനെ ശരിക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നല്ല കട്ടയായി പോവും. ചൂടോടുകൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചൂടാറാൻ മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ളി ഈ സേമിയ ഫുള്ള് കവറാവുന്ന വിധത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സ് വിതറി കൊടുക്കാം. അതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് നട്ട്സ് കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ്, ഇത് കേക്കിനൊക്കെ ഇടുന്ന സ്പ്രിങ്കിൾസാണ്. അപ്പോൾ അതുകൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നട്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ തണുപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം സേമിയ ചൂടാറുമ്പോൾ തന്നെ ശരിക്കും സെറ്റായിട്ടുണ്ടാവും. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ളത് ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.